ഇന്നത്തെ സ്പെഷ്യൽ കുമ്പളങ്ങ പുളിശ്ശേരിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് തൈര് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. 1 കപ്പ് കുമ്പളങ്ങ തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കുമ്പളങ്ങയ്ക്ക് പകരം വെള്ളരിക്കയോ വാഴയ്ക്കയോ ഒക്കെ വെച്ച് ഈ കറി ഉണ്ടാക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക് 3 എണ്ണം നടുക കീറിയത്, തേങ്ങ ചിരകിയത് 1 കപ്പ്, 2 ചെറിയ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ഈ വെളുത്തുള്ളിയും ജീരകത്തിന്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുത്തുണ്ടാവും. താളിക്കാനായിട്ട് വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്. ആദ്യം തന്നെ കുമ്പളങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കാം. കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പൊഴിക്കാം. ഇത് ഒരു മീഡിയം ഹീറ്റിലിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചൂട് നന്നായിട്ട് കുറച്ചിടണം. ചൂട് നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഇനി അതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം. ഇത് ഒന്ന് ആവി കയറുമ്പോൾ വാങ്ങണം, തിളയ്ക്കാൻ നിൽക്കരുത്, പിരിഞ്ഞു പോവും. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കാം. നല്ല പുളിയുള്ള മോര് കിട്ടുവാണെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്, ആവി പൊങ്ങി തുടങ്ങി. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി താളിക്കാനായിട്ട് പാനിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കുമ്പളങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്.